വോട്ട് യാത്ര ഇന്നെത്തി നിൽക്കുന്നത് ഒരു അച്ചാർ യൂണിറ്റിലാണ്. എനിക്ക് പിന്നിലുള്ള ഒരു പുക എഫക്റ്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം ഓടിയിട്ടുണ്ടോ ഇവിടെ എന്തോ ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ടെന്ന്. കുക്ക് ചെയ്യുന്നത് നല്ല അച്ചാറുകളാണ്, കടൽ കടന്നു പോയ രുചിഭേദങ്ങളാണ് ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 40 സ്ത്രീകൾക്ക് പ്രത്യക്ഷത്തിലും 100ഓളം ആളുകൾക്കല്ലാതെയും ഒരു വരുമാനം നൽകുന്ന വരുമാന മാർഗം കൂടിയാണ് ഈ പവിത്ര അച്ചാർ യൂണിറ്റ്. മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്കുള്ള വഴി വയറിലൂടെയാണെന്നല്ലേ. അപ്പോൾ നോക്കാം പവിത്ര അച്ചാറിൻ്റെ ടേസ്റ്റുകൾ. വരൂ. അഖില, ഈ നിരത്തി വെച്ച അച്ചാറുകളൊക്കെ കാണുമ്പോഴേ എനിക്ക് ഉർവശിയുടെ ഒരു സിനിമ ഓർമ്മ വരുന്നു. അതിൽ ഉർവശിയുടെ കഥാപാത്രം പറയുന്നുണ്ടല്ലോ, ഇത് മാങ്ങ അച്ചാറ്, ഇത് നാരങ്ങ അച്ചാറ്, ഇത് ഇഞ്ചി അച്ചാറ്, ഇത് വെളുത്തുള്ളി അച്ചാറ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി തരണമെന്നുണ്ട്. പക്ഷേ ഈ നിരത്തി വെച്ചതൊക്കെ മാങ്ങ അച്ചാറാണ്. പക്ഷേ മാങ്ങ അച്ചാർ മാത്രമല്ല ഇവിടെ ഉള്ളത്, ഒരുപാട് വെറൈറ്റി അച്ചാറുകളുണ്ട്. ഇതാ രമേശ് ചേച്ചിയോട് ചോദിച്ചു. രമേശ് ചേച്ചി, എന്തൊക്കെ വെറൈറ്റി അച്ചാറുകളാണ് ഇവിടെ ഉള്ളത്? മാങ്ങ അച്ചാറുണ്ട്, നാരങ്ങയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ചമ്മന്തിപ്പൊടിയുണ്ട്, റോസ്റ്റ് ഉണ്ട്, മാങ്ങ റോസ്റ്റ് ഉണ്ട്, നാരങ്ങ റോസ്റ്റ് ഉണ്ട്, വെളുത്തുള്ളി റോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സദ്യക്കുള്ള വകുപ്പൊക്കെ ഉണ്ട്. പവിത്ര മാംഗോ പിക്കിൾ, ഇതാണ് ഇവരുടെ ബ്രാൻഡ് നെയിം. രമി ചേച്ചി പറഞ്ഞതുപോലെ വൻ വെറൈറ്റിയാണ്, അച്ചാറിൻ്റെ വൻ വെറൈറ്റിയാണ് ഉള്ളത്. നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള അച്ചാറ് വാരി കുപ്പിയിൽ നിറക്കുന്ന തിരക്കിലാണ് സൗമ്യ ചേച്ചി. സൗമ്യ ചേച്ചി, ഈ അച്ചാറിലെ വൈവിധ്യം പോലെ, മാറ്റങ്ങൾ പോലെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ അച്ചാറും കമ്പനി? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് 7 വർഷമായി. എൻ്റെ സ്ഥലം വെഞ്ഞാറമ്മൂടാണ്. എനിക്ക് ഒരു വീട് വയ്ക്കാൻ ഇവിടെ നിന്ന് ജോലിയുള്ളത് കൊണ്ട് നമുക്ക് വീട് വെച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ തീർത്തു. ഒരു വാഹനം മേടിച്ചു, അത് ചെറിയ ചെറിയ പൊന്നും എല്ലാം ഒപ്പിച്ചെടുത്തു. അങ്ങനെ എല്ലാം ആഗ്രഹങ്ങളെല്ലാം നമ്മളെ കൊണ്ട് സന്തോഷം. ഇത് ഒരു അച്ചാർ നിർമ്മാണ യൂണിറ്റ് മാത്രമല്ല, ഇവിടെ ജോലി എടുക്കുന്ന ആളുകളുടെ സ്വപ്നം നിർമ്മിക്കുന്ന യൂണിറ്റ് കൂടെ എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് വിശേഷിപ്പിക്കാം. കാരണം നേരത്തെ സൗമ്യ ചേച്ചി പറഞ്ഞ പോലെ അവരുടെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ അവർ നടത്തിയെടുക്കുന്നത് ഈ ജോലിയിലൂടെയാണ്. ഈ വരുമാന മാർഗമാണ് ജീവിതത്തിൽ അവരെ മുന്നോട്ട് നയിക്കുന്നതും. ചെറിയ 1 കിലോ മാങ്ങ നാരങ്ങയും മാങ്ങ അച്ചാർ ചെയ്താണ് തുടങ്ങിയത്. അതിനുശേഷം ശരിക്കും മാർക്കറ്റിൻ്റെ ആവശ്യകതയും കസ്റ്റമറുടെ ഫീഡ്ബാക്കും അനുസരിച്ച് ഈ ഒരു കുടുംബശ്രീ യൂണിറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതിൽ നിന്ന് പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിലോട്ട് മാറുകയും മറ്റ് ബ്രാൻഡുകളോടൊപ്പം മത്സരിച്ച് ഇന്ന് കേരളത്തിൽ 2-3 സ്ഥാനത്തൊക്കെ എത്തത്തക്ക രീതിയിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കാനും ശരിക്കും വിലക്കുറവിലും ഗുണമേന്മയിലും ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കാനും സാധിക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. നാടെമ്പാടും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയം കൂടിയാണ്. ചേച്ചി, ഈ അച്ചാറിൻ്റെ എരിവും പുളിയും പോലെ തെരഞ്ഞെടുപ്പ് രംഗവും നല്ല എരിവും പുളിയൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പൊക്കെ? നിൽക്കുന്ന ആളുകളുടെ അവരെന്താണ് സമൂഹത്തിന് ചെയ്യുന്നത് അതനുസരിച്ച്, അപ്പൊ സമൂഹത്തിന് ചെയ്യുന്നതില് അത് വേണം. നല്ല രീതിയിൽ വികസനം കൊണ്ടുവരുന്നവർക്ക് വോട്ട് കൊടുക്കും. അതാ ചേച്ചി പറയുന്നത്. അതായത് നാട്ടിൽ എന്തെങ്കിലും വികസനം വരണമെങ്കിൽ അത്തരം വികസന കാഴ്ചപ്പാടുള്ള ആളുകൾ ജയിച്ചു വരണമെന്നാണ് ചേച്ചിയുടെ അഭിപ്രായം. കാരണം അത്തരം വികസനങ്ങൾ നാട്ടിൽ വന്നാൽ മാത്രമേ ഈ അച്ചാർ യൂണിറ്റ് പോലെ അത്തരത്തിലുള്ള 6 കോടിയാണ് ഈ അച്ചാർ യൂണിറ്റിൻ്റെ ഒരു വർഷത്തെ ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ചില്ലറ കളിയല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നവരാകണം വിജയിച്ച് വരേണ്ടതെന്നാണ് ചേച്ചിമാരൊക്കെ അഭിപ്രായം പറയുന്നത്. അങ്ങനെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ നിർമ്മിക്കുന്ന, ജീവിതത്തിന് രുചിയും മണവും ഏകുന്ന ഈ കുടുംബശ്രീ യൂണിറ്റിൽ നിന്നും നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര തിരിക്കുകയാണ്.